Good morning, my dear sweet children. Today's our GK class is about outdoor games. കൊതിയാവുന്നുണ്ട് അത് കാണുമ്പോ ടീച്ചറെ മക്കൾക്ക് അഭിനവിന് കൊതിയാവുന്നുണ്ട് തോന്നുന്നു. അതെ അമ്മലിതെ കൈ നീട്ടിട്ടാ ബോള് കിട്ടാനാണ്. ബോള് ഡാനിലോ ഏതാ വേണ്ടേ? ക്രിക്കറ്റ് ബോൾ വേണോ, ബാറ്റ് വേണോ, അതോ ക്രിക്കറ്റിന്റെ ബാറ്റ് വേണോ, അതോ ഈ ബാഡ്മിന്റന്റെ ബാറ്റാ വേണ്ടത്? ഏത് ബാറ്റാ വേണ്ടേ? റൂബൻ ഏതാ വേണ്ടത്? ക്രിക്കറ്റ് ബാറ്റ് ആണോ വേണ്ടത്? പിടിച്ചോ. ജോനാഥിന് ഏത് ബാറ്റാ വേണ്ടത്? ബാഡ്മിന്റൺ ഷട്ടിൽ ബാറ്റ്. പിടിച്ചോ. ഇനി ഫുട്ബോൾ ആർക്കാ വേണ്ടേ? ഗേൾസിന് വേണോ ബോയ്സിന് വേണോ? ആർക്ക് വേണം? ബോയ്സിന് വേണോ ഗേൾസിന് വേണോ? ബോയ്സിനാണ് ആവശ്യം. ഗേൾസ് കളിക്കില്ലേ ഫുട്ബോള്? ടീച്ചർ ആർക്കാ കൊടുക്കണേന്ന് അറിയോ? ഗേൾസിനാണ് കൊടുക്കാൻ പോണേ കേട്ടാ. പിടിച്ചോ. ആരെ പിടിച്ചത്? അഭിനന്ദ പിടിച്ചു. നോക്ക്, ഈ ക്രിക്കറ്റ് ബോൾ ടീച്ചർ ഇപ്പൊ എറിയാൻ പോവാണ്. ആർക്ക് എറിഞ്ഞു കൊടുക്കണേന്ന് അറിയോ ഇപ്പൊ ടീച്ചർ? ഗീവർഗീസ്. Today's our topic, our lesson is outdoor games. എന്താണ് ഔട്ട്ഡോർ ഗെയിംസ് എന്ന് വെച്ചാൽ മക്കൾക്ക് അറിയോ? വീടിന്റെ പുറത്ത് കളിക്കുന്ന കളികൾ. ഇപ്പൊ നമുക്ക് അത് കളിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇൻഡോർ ഗെയിംസ് ആണ് കൂടുതൽ കുട്ടികളും കളിക്കുന്നത്. കാരണം കൊറോണയാണ്, പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷെ വീടിന് പുറത്ത് സ്ഥലമുള്ള കുട്ടികൾക്ക് പാരന്റ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ കൂടെയോ ബ്രദേഴ്സിന്റെ കൂടെയോ ഒക്കെ കളിക്കും. അയൽവക്കത്തേക്ക് പോകരുത്, നൈബേഴ്സിന്റെ അടുത്തേക്ക് പോകരുത്, ഇപ്പോൾ പോകരുത്. അപ്പൊ നമ്മൾ എന്താണ് ഔട്ട്ഡോർ ഗെയിംസ്? വാട്ട് ഈസ് ഔട്ട്ഡോർ ഗെയിംസ്? Games played in open areas are called outdoor games. എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. Games played in open areas are called outdoor games. മനസ്സിലായോ എല്ലാവർക്കും? Most of the outdoor games are played in pairs or teams. ടീം ആയിട്ടാവും കളിക്കുക, അല്ലെങ്കിൽ പെയേഴ്സ് ആയിട്ട് രണ്ടാളായിട്ടൊക്കെ ആവും കളിക്കുക. ഏത് ഔട്ട്ഡോർ ഗെയിംസ്? മനസ്സിലായോ എല്ലാവർക്കും? Benefits of outdoor games or qualities of outdoor games. നമ്മൾ ഈ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ടീച്ചറിന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുമ്പോൾ ഇൻഡോർ ഗെയിംസ് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റീസ് ഉണ്ട്. അത് നമുക്ക് പറയാനാ പോകുന്ന ടീച്ചർ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? ആരൊക്കെയോ അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്. ആരാ വർത്താനം പറയണേ? ടീച്ചർ കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഔട്ട്ഡോർ ഗെയിംസ് വളരെ നല്ലതാണ്. അതിന്റെ ക്വാളിറ്റീസ്, അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ടീച്ചർ പറയാൻ പോകുന്നത്. Outdoor games keeps kids active and can boost their physical stamina and fitness. ഔട്ട്ഡോർ ഗെയിംസ് കളിച്ചാൽ മാത്രമേ മക്കളെ നല്ല ഫിറ്റ്നസ് ഒക്കെ ഉണ്ടാവും, ബോഡിക്ക് നല്ല സ്റ്റാമിന ഉണ്ടാവും, കുട്ടികൾ നല്ല ആക്റ്റീവ് ആവും. അല്ലാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ എപ്പോഴും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന എന്താ ഉണ്ടാവുക? ഒരുതരം മണ്ണ് തൂങ്ങിയോടായിട്ടിരിക്കും. മണ്ണ് കുട്ടികളൊക്കെ ആയി തൂങ്ങോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ചടഞ്ഞു കൂടിയിരുന്നാല് ഒരു ഉറക്കം തൂങ്ങി കുട്ടികളായി മാറും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ കുട്ടികളാവണ്ടേ? ഉറക്കം തൂങ്ങി കുട്ടികളാവണോ? വേണ്ട. അപ്പൊ ഔട്ട്ഡോർ ഗെയിം കളിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല സ്റ്റാമിന ഉണ്ടാവും, നല്ല ആക്റ്റീവ് ആവും, ഫിസിക്കലി നമ്മൾ നല്ല ഫിറ്റ് ആയിരിക്കും, നമ്മുടെ ബോഡി നല്ല ഫിറ്റ് ആയിരിക്കും. ഇനി പ്ലേയിങ് ഔട്ട്ഡോർ ഗെയിംസ് ക്യാൻ ഓൾസോ സ്ട്രെങ്തൻ ദെയർ മസിൽസ് ആൻഡ് ബോൺസ്. അല്ലേ? നമ്മുടെ മസിലും ബോൺസ് ഒക്കെ നല്ല ബിൽഡ് സ്ട്രെങ്തൻ ദെയർ മസിൽസ് ആൻഡ് ബോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ടും നല്ല സ്ട്രെങ്തൻ ആവാനും നമ്മൾ ഔട്ട്ഡോർ ഗെയിംസ് കളിച്ചാൽ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇൻഡോർ ഗെയിംസിൽ ഒരു ഫിസിക്കലായിട്ട് ഒരു എക്സസൈസും ഇല്ല, ജസ്റ്റ് കൈ കൊണ്ടുള്ളത് മാത്രമേ. മറ്റേതെന്ന് പറയുമ്പോൾ ഓടും അങ്ങോട്ടോട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോൺസിനും മസിൽസിനും നല്ല സ്ട്രോങ് ആവും. അത് നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നുണ്ട് അല്ലേ? അതിന്റെ ഒപ്പം തന്നെ നല്ല എക്സസൈസ് കിട്ടുന്നതാണ് ഈ ഔട്ട്ഡോർ ഗെയിംസ്. It improves blood flow to the brain. മനസ്സിലായ? അതായത് ഇത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള എന്താ പറയാ ബ്ലഡ് സർക്കുലേഷൻ അത് വളരെയധികം ഇംപ്രൂവ് ചെയ്യിക്കുന്നതാണ് പറയുന്നത്. ഔട്ട്ഡോർ ഗെയിംസ് ഫോർ കിഡ്സ് ആർ ആസ് ഇമ്പോർട്ടന്റ് ആസ് their studies and other daily activities. അതായത് പഠിക്കുന്ന കാര്യങ്ങളിലായാലും മറ്റു ഡെയിലി ആക്ടിവിറ്റി എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവർത്തികളിലായാലും നല്ല മിടുക്കരായിട്ടിരിക്കാനായിട്ട് അവർക്ക് നല്ല ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഔട്ട്ഡോർ ഗെയിംസ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ചിൽഡ്രൻ ഹു ആർ ഫിസിക്കലി ആക്റ്റീവ് better resistance power than other kids who stay indoors for most of the time. ഒരുപാട് നേരം അകത്തിരുന്ന് കളിക്കുന്ന കുട്ടികളെക്കാൾ റെസിസ്റ്റൻസ് പവറും അതുപോലെ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കും ഔട്ട്ഡോർ ഗെയിം കളിക്കുന്ന കുട്ടികൾ. അപ്പൊ പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് സമയം കുട്ടികളെ വീടിന്റെ അകത്ത് തളച്ചിട്ട് ഇരുത്തുന്ന അവസ്ഥ മാറ്റണം.
കുട്ടികളെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ പുറത്ത് കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടി കളിക്കാനുള്ള അവസരം സ്കൂളിൽ നമുക്കുണ്ടാകും. എങ്കിലും ഹോളിഡേയ്സ് ആകുമ്പോഴൊക്കെയും കുട്ടികളെ പുറത്തൊന്ന് വിട്ട് കളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം പാരൻസ് ഒരുക്കി കൊടുക്കേണ്ടതാണ്. കാരണം എന്താണ്, എങ്കിൽ മാത്രമാണ് അവർക്ക് എന്തുണ്ടാവുള്ളൂ, ഫിസിക്കലി ആക്റ്റീവ് ആവും, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് പവറും ഒരുപാട് കൂടും. Parents should frequently take their kids for outdoor games, outdoor activities. പാരൻസ് നിർബന്ധമായിട്ടും കുട്ടികളെ ഔട്ട്ഡോർ ഗെയിംസിനെ വിടണം, അല്ലാണ്ട് ഇൻഡോറിൽ എപ്പോഴും പിടിച്ചു വെച്ചിരിക്കരുത്. These activities let the kids understand nature, boost their confidence. അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയരാനും, അതായത് ആത്മവിശ്വാസം വളരും കുട്ടികളിൽ. അവർക്ക് അതുപോലെ ഔട്ട്ഡോർ പ്ലേസ് അഡ്വാൻസസ് ചൈൽഡ്സ് പ്രോബ്ലം സോൾവിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഇനീഷ്യേറ്റീവ് ക്രിയേറ്റീവ് തിങ്കിങ് എമംഗ് ദം. അതായത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കുട്ടിക്ക് ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ടീമായിട്ട് കളിക്കുമ്പോഴാണ്. ഈ ടീമായിട്ടുള്ള കളി വരുന്നത് എപ്പോഴാണ്, ഔട്ട്ഡോർ ഗെയിമിലാണ് ടീമായിട്ടുള്ള കളി പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും പാരൻസ് കുട്ടികളെ ഔട്ട്ഡോർ ഗെയിംസിനെ പുറത്ത് കൊണ്ടുപോകണം, അവരെ കളിക്കാൻ അനുവദിക്കുകയും ചെയ്യണം. ഇറ്റ് ഓൾസോ ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ് ഇൻ ദം. സോഷ്യൽ സ്കിൽസ്, ഒരുപാട് സാമൂഹികമായ സ്കിൽസ് വൈദഗ്ധ്യങ്ങളെ കുട്ടികൾക്ക് നേടാനുണ്ട്. അല്ലാതെ വീട്ടിലിരുന്നാൽ അതൊന്നും നേടില്ല. അതുകൊണ്ട് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പേരൻസ് നിർബന്ധമായാലും പുറത്തോട്ട് കളിക്കാൻ വേണം. ഗ്രാജുവലി ഡെയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിഹേവിയർ സ്കിൽ ഡെവലപ്പ്. ഇവര് സ്വാഭാവികമായി ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുമ്പോൾ അവരുടെ ബിഹേവിയർ സ്കിൽ, സ്വഭാവത്തിലുള്ള പല മാറ്റങ്ങളും കമ്മ്യൂണിക്കേഷനും അതൊക്കെയും അവരുടെ ഡെവലപ്പ് ചെയ്യണം. കാരണം കൊച്ചു കുട്ടികളാണ്, അവരെ പുറത്തോട്ട് പോയി കഴിഞ്ഞ് സോഷ്യലി അവർ പെരുമാറുമ്പോഴാണ്, ടീമായിട്ട് പെരുമാറുമ്പോഴാണ് അവർക്ക് ഇതൊക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ബിഹേവിയർ സ്കില്ലൊക്കെ അവരുടെ ഡെവലപ്പ് ചെയ്യുന്നത്. When kids go out and play, they interact with the other kids of their age group. അവരുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കിഡ്സുമായിട്ട് അവര് ചേർന്ന് ഇന്ററാക്ട് ചെയ്യുകയും കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാകും, അവരിലെ ടീമായിട്ടുള്ള കളിയില് അവർക്ക് ഒരുപാട് സ്കിൽസ്, അവരുടെ ഇന്ററാക്ഷൻ ഒക്കെ വളരെ നന്നായിട്ട് വികസിക്കാനായിട്ട് സാധിക്കും. Let us discuss about some games. First one, football. Are you ready to play with me, my dear children? Srihari, Nadan, Savio, are you ready? Yes. The name football comes from the two words foot and ball. Ready? Then it is the most popular sport in the world. ലോകത്തിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു കളിയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. മോസ്റ്റ് പോപ്പുലർ സ്പോർട്ട് ആയിട്ടുമാണ് ഫുട്ബോൾ. ഇറ്റ് ഈസ് എ ഗെയിം ഇൻവോൾവിംഗ് 2 teams of 11 players. 11 കളിക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള 2 ടീമിന്റെ കളിയാണ് ഫുട്ബോൾ. വോളിബോൾ ഗെയിം പ്ലേഡ് ബൈ 2 teams യൂഷ്വലി ഓഫ് 6 players on a side. ഒരു സൈഡില് 6 കളിക്കാരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫുട്ബോളാണ്, ഇതാണ് വോളിബോളാണ്. ഫുട്ബോൾ കളിക്കാൻ കൂട്ടുകൊണ്ടാണ്, വോളിബോൾ കളിക്കാൻ എന്തുകൊണ്ടാണ്, ഇറ്റ് ദ പ്ലെയേഴ്സ് യൂസ് ദെയർ ഹാൻഡ് കൊണ്ടാണ് വോളിബോൾ കളിക്കുക. കൂട്ടുകൊണ്ടാണ് ഫുട്ബോൾ കളിക്കുക, വോളിബോൾ ഹാൻഡ് കൊണ്ടാണ് എറിയുക. ഇങ്ങനെയാണ് എറിയുക. ക്രിക്കറ്റ്, നെക്സ്റ്റ് ക്രിക്കറ്റ് ആണ്. ഫുട്ബോൾ കഴിഞ്ഞു, വോളിബോൾ കഴിഞ്ഞു, ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ് കളിക്കാൻ ടീച്ചർ കൂടെ ആരൊക്കെയാണ് വരുന്നത്? ഓക്കെ. ക്രിക്കറ്റ് ഈസ് എ ബാറ്റ് ആൻഡ് ബോൾ ഗെയിം പ്ലേഡ് ബിറ്റ്വീൻ 2 teams of 11 players. 11 കളിക്കാരെ 2 ടീമായിട്ട് കളിക്കുന്നതാണ്. ബാറ്റ് ആൻഡ് ബോൾ ഗെയിമാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കാം. ആരറിഞ്ഞുതരാ? അമ്മല അറിഞ്ഞേ ക്രിക്കറ്റ്. അടിച്ചോ? അടിച്ചു. ടീച്ചറുടെ കാലത്തൊക്കെ ഉണ്ടല്ലോ, ടീച്ചറൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്നത് ഇതായിരുന്നു, ഈ മടല്. കണ്ടിട്ടോ നിങ്ങൾ ഇങ്ങനത്തെ മടല് ക്രിക്കറ്റ് ബാറ്റ് ആക്കിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? ഇതായിരുന്നു ആദ്യമൊക്കെ ടീച്ചർ ചെറുപ്പകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ബോൾ എറിഞ്ഞേ അടിക്കണോ നിങ്ങൾക്കിപ്പോൾ ബാറ്റ്? കണ്ടോ? സിക്സർ. Basketball is a team sport. It is a game played between 2 teams of 5 players. It's a rectangular court. അതിൻ്റെ കോർട്ട് റെക്ടാങ്കുലർ ആണ്. 5 players ആണ് ഉണ്ടാകുക, 5 കളിക്കാരാണ് ഉണ്ടാകുക. 2 ടീമാണ് ബാസ്കറ്റ്ബോൾ ഉണ്ടാകുക. നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഹോക്കിയാണ്. ഫീൽഡ് ഹോക്കി, ഓൾസോ കോൾഡ് ഹോക്കി. ഇറ്റ് ഈസ് എ ഔട്ട്ഡോർ ഗെയിം 2 opposing teams of 11 players. 11 കളിക്കാര് 2 സൈഡിലുണ്ടായിരിക്കും. അതുപോലെ ഒരു ഔട്ട്ഡോർ ഗെയിമാണ്. ഇനി ഹോക്കിയുടെ ബാറ്റ് കണ്ടിട്ടുണ്ടോ കുട്ടികൾ? അതിൻ്റെ വടി സ്റ്റിക്ക് ഏരിയ ആയിരിക്കും, അറ്റം ഇങ്ങനെ ചെറുതായിട്ട് കേവ് ഉണ്ട്, ചെറിയൊരു വളവോട് കൂടിയിട്ടുള്ള ഒരു ബാറ്റാണ് ഹോക്കിയുടെ വടി, സ്റ്റിക്ക്.